റോട്ടിലൂടെ നടന്ന് നീങ്ങുകയായിരുന്ന ആളുകള് പുഴക്കരികിലെത്തിയപ്പോൾ ഒരു തോണി സംഘടിപ്പിച്ചു. അങ്ങനെ ആ തോണിയിൽ പുഴയുടെ അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോൾ നമ്മളെ ഇത്രയും സ്ഥലത്ത് ഇത്രയും ദൂരം ഈ തോണിയാണ് നമ്മളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ തോണിയെ നമുക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ തോണിയെ തോളിലേറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. മാത്രമല്ല, നമ്മൾ പരിക്കുകളോടെ അല്ലെങ്കിൽ നമ്മൾ അവശനായി, നമ്മൾ ക്ഷീണിതരായി കഴിയുകയായിരിക്കും. അപ്പോൾ വന്ന വഴികൾ പലതും മറക്കേണ്ടതെന്ന് ഒരു അഹങ്കാരത്തിന്റെ ഒരു ഭാഷയിലല്ല. നമ്മൾ വന്ന വഴികൾ അനുഭവങ്ങൾ എടുക്കാം, വന്ന വഴികളിലുള്ള അനുഭവങ്ങൾ നമുക്ക് എടുക്കാം. പക്ഷെ വന്ന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ ഒരു വീട് മാറ്റത്തിന്റെ ഘട്ടത്തിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇവിടെ നല്ല സൗകര്യമുണ്ടല്ലോ, സ്കൂളുണ്ട്, മദ്രസയുണ്ട്, അതേപോലെ സൂപ്പർ മാർക്കറ്റ് അരികിലുണ്ട്, തൊട്ടടുത്ത റോഡുണ്ട്, ഇതെല്ലാം ഇട്ടേച്ച് നിറയെ പരിചിതമായ അയൽക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാം ഇട്ടേച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഈ പരിചയക്കാരും അയൽവക്കക്കാരും കുടുംബക്കാരും എല്ലാവരുമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പുതിയ വഴി വെട്ടിത്തെളിക്കാൻ, നമുക്ക് പുതിയ വളർച്ചയിലേക്ക് എത്തിപ്പെടാൻ ഒരു സാധ്യത കുറവുണ്ടാവും. നമ്മുടെ സമയം ആകെ 365 ദിവസം മാത്രമാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഈ 365 മനുഷ്യന്മാരെ പരിചയമില്ലാത്ത ആളുകൾ കുറവായിരിക്കും. ഈ 365 ആളുകളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരാളുടെ കല്യാണം ഉണ്ടായാൽ അന്നത്തെ ദിവസം ഒരു അര ദിവസം ലീവ് എടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു വീട്ടിൽ മരണമുണ്ടായാൽ അന്നത്തെ ദിവസം ഒരു അര ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ അതിനുവേണ്ടി ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ മരിച്ചുകൊടുത്തും കല്യാണത്തിനും സൽക്കാരത്തിനും നമ്മുടെ സംഗമങ്ങൾക്ക്, കൺവെൻഷനുകൾക്ക്, നമ്മുടെ ഉത്സവങ്ങൾക്ക് എന്നീ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനത്തെ സംഗതികളിൽ ഇപ്പോൾ ലോകകപ്പ് വരികയാണ്, ഇപ്പോൾ അതിന്റെ പിന്നാലെ ആയിരിക്കും കുറെ കാലം. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെയായി കുറെ മാസങ്ങൾ. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരാശരി ജീവിച്ചു പോകാൻ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഒരു വിപുലമായ തലത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പരിചയമില്ലാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് പോയി പുതിയ ആശയങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തൽ, ആ പുതിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ജീവിതത്തിന്റെ ഒരു വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എപ്പോഴും പരിചിതമായ മുഖങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. വേറിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിലും വാല്യൂ ഉണ്ടാവുള്ളൂ. എപ്പോഴും കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ വളരെ അപൂർവമായി കാണുന്ന ആളുകൾക്ക് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ചിന്തിക്കാനുള്ള സമയം മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലാണ്, ഇപ്പോൾ യാത്രയൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുക, പുതിയ ആശയങ്ങളൊക്കെ കിട്ടുക. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ പരിചയക്കാരുടെ കൂടെ നമ്മൾ ശരാശരി 5 ആളുകളുടെ ആരോഗ്യമായി 5-1 നമ്മളെ ഏറ്റവും അടുത്ത ഇടപഴകുന്ന 5-1 ആളുകളുടെ ആരോഗ്യമായിരിക്കും നമുക്കുണ്ടാവുക, സൗന്ദര്യമായിരിക്കും നമുക്കുണ്ടാവുക, അല്ലെങ്കിൽ അറിവായിരിക്കും നമുക്കുണ്ടാകുക. അങ്ങനെയുള്ള 5 ആളുകളുടെ ശരാശരി മാത്രമേ നമുക്കുണ്ടാവൂ. അതിലധികം വളരാൻ വളരെ പ്രയാസമായിരിക്കും. സമ്പത്തായിരിക്കും ഉണ്ടാവുക, അതിലധികം വളരാൻ നമുക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് സമൂഹത്തിൽ എപ്പോഴും കാണുന്ന എല്ലാ ദിവസവും കാണുന്ന ആളുകളിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഒരു ലക്ഷ്യസ്ഥാനത്തെത്തുക, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും.